പർവ്വതങ്ങൾ കുറ്റി പോലെയാണ്. ഭൗമശാസ്ത്രത്തിൽ ഫോൾഡിംഗ് എന്ന പ്രതിഭാസം അടുത്തിടെ കണ്ടെത്തിയ വസ്തുതയാണ്. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണം ഫോൾഡിംഗ് ആണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ പുറന്തോട് ഒരു കട്ടിയുള്ള ഭാഗമാണ്. പക്ഷേ ഉള്ളിലോട്ടുള്ള ഭാഗം കഠിനമായ ചൂടുള്ള ദ്രാവകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ജീവനും നിലനിൽക്കാൻ കഴിയില്ല. അതുപോലെ പർവ്വതങ്ങളുടെ സ്ഥിരത ഫോൾഡിംഗ് എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോൾഡുകൾ അതിനാണ് പർവ്വതത്തെ രൂപപ്പെടുത്തുന്ന റിലീഫുകൾക്ക് അടിത്തറ നൽകുന്നു. ജിയോളജികൾ പറയുന്നു ഭൂമിയുടെ റേഡിയസ് ഏകദേശം 3750 മൈലാണെന്ന്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന ക്രസ്റ്റ് വളരെ നേർത്തതാണെന്നും. 1 തൊട്ട് 30 മൈൽ വരെ. ക്രസ്റ്റ് നേർത്തതുകൊണ്ട് തന്നെ അത് കുലുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പർവ്വതങ്ങൾ ഭൂമിയുടെ ക്രസ്റ്റിനെ പിടിച്ചു നിർത്തി ഉറപ്പ് നൽകാൻ ഒരു കുറ്റിയായിട്ട്, കൂടാരക്കുറ്റിയായി മാറുന്നു. ഖുർആനിൽ അത്തരമൊരു വിവരണം താഴെ പറയുന്ന ആയത്തുകളിൽ കാണാം. ഭൂമിയെ നാം വിരിപ്പാക്കിയിട്ടില്ലയോ, പർവ്വതങ്ങളെ ആണികൾ എന്നോണം ഉറപ്പിച്ചിട്ടുമില്ലയോ. അൽഖുർആൻ 78-ാം സൂറത്ത് 6-7 ആയത്ത്. ഔത്താദ് എന്ന പദം അർത്ഥമാക്കുന്നത് കുറ്റി എന്നോ ആണിയെന്നോ ആണ്. ഒരു കൂടാരത്തെ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലത്തെ. അതാണ് ഭൂമിയിലെ ഫോൾഡുകളുടെ അടിത്തറ എന്ന് പറയുന്നത്. ലോകത്തിലെ പല സർവകലാശാലകളിലും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന റെഫറൻസ് പാഠപുസ്തകമായി എർത്ത് എന്ന പുസ്തകമാണ് ഉപയോഗിക്കുന്നത്. ഈ ബുക്ക് എഴുതിയതിൽ ഒരാളാണ് ഫ്രാങ്ക് പ്രസ്. USA അക്കാഡമി ഓഫ് സയൻസിൽ 12 വർഷത്തോളം പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ US പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടനറിന്റെ ശാസ്ത്ര ഉപദേശകനും കൂടിയായിരുന്നു. ഈ പുസ്തകത്തിൽ അദ്ദേഹം പർവ്വതത്തെ വെഡ്ജ് ആകൃതിയിലും പർവ്വതത്തെ മൊത്തത്തിൽ ഒരു ചെറിയ ഭാഗമായും ചിത്രീകരിക്കുന്നു. അതിൻ്റെ വേര് നന്നായി തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഡോക്ടർ പ്രസ് പറയുന്നത് എന്തെന്നാൽ ഭൂമിയിലെ ക്രസ്റ്റിനെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ പർവ്വതങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമി കുലുങ്ങുന്നത് തടയുന്നതിൽ പർവ്വതത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമിയിൽ നാം പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തി, അത് അവരെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ. അൽഖുർആൻ 21-ാം സൂറത്ത് 31-ാം ആയത്ത്. ഖുർആനിക വിവരണങ്ങൾ ആധുനിക ജിയോളജിക്കൽ ഡാറ്റയുമായി തികച്ചും യോജിക്കുന്നതാണ്.